ഹായ് ഗായ്സ്, ഐശോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. ആക്ച്വലി വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തെടുത്ത്, ഇത് ഇൻലൈറ്റാണ്, ഇതിവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് നമ്മുടെ മൈക്ക് വർക്കിംഗ് ആയിരുന്നില്ല. അത് ഞാനൊട്ട് മനസ്സിലാക്കിയില്ല. അപ്പോൾ ആ ഒരു ക്ലിപ്പും എല്ലാ സാധനങ്ങളും അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അത് മാത്രമല്ല, ആക്ച്വലി ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം നീളമുള്ളൊരു എപ്പിസോഡാണ്. അപ്പം നമ്മൾ വണ്ടി വയർ ചെയ്യുന്നതുകൊണ്ട്, അതിൽ റെഗുലേറ്റർ ഉണ്ടാക്കുന്ന പാർട്ടുണ്ട്, ഇങ്ങനെ കുറേ അധികം പാർട്ടുകളായിട്ടാണുള്ളത്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു മണിക്കൂർ നീളമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ട്, ഞാനതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കൂടെ ഒരുമിച്ചായതുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പം ഞാൻ ആദ്യം നമ്മുടെ വയറിങ്ങും കണക്ഷൻ കൊടുത്ത് ലൈറ്റ് കത്തിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്, ഒരു മാക്സിമം 15 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് പലതരത്തിലുള്ള കറണ്ട് കൺട്രോൾ മോഡ്യൂൾ, അതായത് ഇത്ര ആംപിയർ, ഇത്ര വോൾട്ടേജ് വരാതിരിക്കാൻ വോൾട്ടേജ് റെഗുലേറ്റർ മോഡ്യൂളുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. കുറച്ചധികം സാധനങ്ങൾ വേണം കേട്ടോ, നമ്മളൊന്ന് വൃത്തിക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യമായി ഡോറൊക്കെ ടൈറ്റാണ്. ഇന്നത്തെ പരിപാടിക്ക് ആവശ്യമുള്ളത് ഒബ്വിയസ്ലി കുറച്ച് വയർ വേണം, ലൈറ്റ് വലിക്കാനുള്ള വയർ വേണം. പിന്നെ വേണ്ടത് ക്രിമ്പിംഗ് ടൂൾ വേണം. നമ്മൾ കണക്ടറാണ് ഇട്ടേക്കുന്ന ലൈറ്റിന്, അതിന് ക്രിമ്പിംഗ് ടൂൾ വേണം. ഈ ബാക്ക് ലൈറ്റ്, അതായത് ടൈൽ ലാമ്പ് അഴിക്കാനായിട്ട് നമുക്ക് ഇതേമാതിരത്തെ 10-ന്റെ റെഞ്ച് വേണ്ടി വരും. റെഞ്ച്, സോക്കറ്റ്, കാര്യങ്ങളെല്ലാം വേണ്ടി വരും. ഒരു സിലിക്കൺ സീലൻറ്റ്, റൂഫിൻ്റെ പൊക്കത്ത് തുളയിട്ടിട്ടാണ് നമ്മൾ വയർ വലിക്കുന്നത്. ഓൾറെഡി തുളയുണ്ട്, അപ്പോൾ വയർ എടുക്കുമ്പോൾ രണ്ടാമത് തുറക്കും. അപ്പോൾ അത് ക്ലോസ് ചെയ്യാനായിട്ട് സിലിക്കൺ സീലൻറ്റ് വേണം. അതിൻ്റെ ഗണ്ണ് വേണം. പിന്നെ ഒരു സെറ്റ് സാധാരണ PVC ട്യൂബ് എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയർ ഇപ്പോൾ ഒരു ഇൻസുലേഷനും ഇല്ലാണ്ടാണ് വലിച്ചേക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ രീതിക്ക് കുറച്ച് കണക്ടറുകളും ഉണ്ട്. ഇത്രയാണ് സംഭവം വേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് വേറൊന്നുമില്ല, ഇതുണ്ടോ, ഇതേപോലത്തെ സെൽഫ് ത്രെഡിങ് സ്ക്രൂ വെച്ചിട്ടാണ് ഇവരത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുത്തിട്ട് നമുക്കത് ഇവിടെ 2 തുളയുണ്ട്. ആ 2 തുളയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. വയറ് പോകുന്നത് ഇതുണ്ട്, ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്ന ചെറിയ ഹോളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ വയറിങ് എങ്ങനെ വന്നേക്കണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പൊക്കത്തൂടെ വന്ന് താഴത്തേക്ക് വന്നിട്ട് ഈ ലൈറ്റിലേക്കാണ് അവർ കട്ട് ചെയ്തേക്കണത്. ഇതിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഓൾറെഡി ഞാനിത് ഊരി വെച്ചേക്കുവാണ്. ഇത് നോക്കിയേ, ഒരു വയർ ജസ്റ്റ് ഇവിടെ പിരിച്ചു കൊടുത്തേക്കുവാണ്. കണ്ടോ, വയർ വെറുതെ പിരിച്ചു കൊടുത്തേക്കുവാണ്. അതും സാധാരണ ഒരു സ്പീക്കർ വയറാണ് ഈ LED കണക്ഷനിലേക്ക് കൊടുത്തേക്കുന്നത്. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് ഗേജ് വയർ തന്നെ എടുക്കുള്ളൂ, ഫയർ പ്രൂഫ് ഇതൊക്കെ എടുക്കുള്ളൂ. പിന്നെ ഇതേമാതിരി 2 വയറും അടുപ്പിച്ച് ഞാനിങ്ങനെ ടേപ്പ് ഒട്ടിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടേപ്പ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം ചുവന്ന കളർ ടേപ്പാണ്, ഞാൻ ഒട്ടിച്ച ടേപ്പാണ്. ഇതിൻ്റെ അകത്ത് കറുത്ത കളർ ടേപ്പ് ഓൾറെഡി ഇതേമാതിരി പറഞ്ഞ് ഇത് കണ്ടോ, ഈ അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും വണ്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം മെറ്റലാണ്, കംപ്ലീറ്റ് ഷോർട്ട് സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേമാതിരി ഒരിക്കലും വയർ ചെയ്യരുത്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് നേരെ അഴിച്ച് നമ്മൾ നമ്മുടെ വർക്ക് ബെഞ്ചിലേക്ക് കൊണ്ടുവന്നേക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പറമ്പിലാണ് വണ്ടി എടുത്തേക്കുന്ന സ്ഥലത്ത് കൊതുക് നിർത്തി പൊറപ്പിക്കേണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഊരി നമ്മുടെ വർക്ക് ബെഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റാണ്, ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റാണ്. ഈ ടെയിൽ ലൈറ്റിൽ നിന്ന് ഇവരൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്, സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കണക്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുണ്ട്, ഇതിൻ്റെ തുമ്പ് നോക്കിയേ, ഇതുമില്ല. ഗ്രൗണ്ടിന് ഇൻസുലേഷൻ ഒട്ടിച്ചിട്ടുണ്ട്.
പോസിറ്റീവിന് ഒട്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും തരംതാത്തി കാണിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ അറിയാമെന്നൊന്നും പറയണതുകൊണ്ടല്ല. ഇത് കമ്പനിയുടെ ഫിറ്റിംഗ് വയറാണ്. ഓക്കെ, ഈ വയർ കമ്പനിയുടെ വയറാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് കുറച്ച് വയറുകൾ കാണാം. പക്ഷേ അതല്ലാതെ ബാക്കിയുള്ള എല്ലാ വയറും വളരെ നന്നായിട്ട് സബ് സ്ലീവ് ചെയ്ത് ആണ് ബൾബിലേക്ക് വരെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി വയറ് എങ്ങും തൊടാണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വണ്ടിയുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്യണ ഭാഗമാണ്. അപ്പം ഇത് ബോഡിയും ഒരഞ്ഞ് ഇൻസുലേഷൻ പോയിട്ട് വണ്ടി കത്തൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൾബ് അങ്ങ് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്കിത് നിലത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. നിപ്പിംഗ് ടൂൾ എടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഒരു നിപ്പ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, അത് ഒന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ പെൻ നൈഫ് എടുക്കുക. ഒരു വര നൈസായിട്ട്, സ്ട്രാൻഡൊന്നും കട്ടാകരുത്, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ വയർ അത്യാവശ്യം പഴകിയിട്ട് കട്ടിങ്ങൊന്നും വരാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നോക്ക്. കണ്ടോ, നമ്മൾ ഇതേമാതിരി സ്ലീവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. നമുക്കിത് ക്രിമ്പ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ക്രിമ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കേബിൾ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കുക. കണക്ടർ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് വയറ് കയറുന്ന മാതിരി കയറ്റി വയ്ക്കുക. ഉണ്ടോ, കയറ്റി വെച്ചതിന് ശേഷം ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. ഈ ടൂളിന് ഓരോ സ്ലോട്ടുകളുണ്ട്. ആ സ്ലോട്ടിനനുസരിച്ച് നമ്മളിവിടെ വയ്ക്കുക. കണ്ടോ, നമ്മുടെ കണക്ടർ ക്രിമ്പായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വലിച്ചാൽ വരില്ല. അതേപോലെ ഇനി നമുക്ക് ഇതും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തതും കൂടെ എടുക്കുക. നമ്മളിങ്ങനെ കണ്ടോ, ക്രിമ്പായി. കണ്ടോ, ഇനിയിപ്പോൾ ഇത് ഊരിപ്പോരില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ റൂഫേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വയർ ഇവിടെ വലിച്ചിട്ട കണക്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. LED ലൈറ്റിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, പഴയ വയർ കണ്ടോ, പഴയ വയർ ഇത് ആ തോളയിൽ കൂടെ വന്നിട്ട് ഇവിടം വരെ എത്തിക്കിടക്കുകയാണ്, പൊട്ടിയിരിക്കുമായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഇത് നമ്മൾ അന്ന് ഇട്ട MC-യിലാണ്. നമ്മൾ ലഡാക്ക് ട്രിപ്പ് പോയപ്പോൾ ഇട്ട MC-യിലാണ്. അതിൽ കൂടെ വെള്ളം ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് പറിച്ച് കളയണം. പിന്നെ അതിൻ്റെ പൊക്കത്ത് സിലിക്കൺ സീലൻറ്റും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഇത് മിക്കവാറും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നിയൊരു സംഭവം കൂടി ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പൊക്കത്ത് ഹോളിൽ നിന്ന് തന്നെ വയറ് നേരെ താഴത്തേക്ക് വന്നിട്ടതേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പെട്ടിയുടെ സൈഡിൽ കൂടെ ഇവിടെ ഒരു പെട്ടിയുണ്ട്. നിങ്ങൾക്ക് ചില്ലിൻ്റെ അകത്തൂടെ കാണാൻ പറ്റില്ല. ഇതുണ്ട്, ഈ പെട്ടിയുണ്ട്. ഈ പെട്ടിയുടെ സൈഡിൽ കൂടെയാണ് വന്നേക്കുന്നത്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നൈസായിട്ട് വയറ് വലിച്ചിട്ട് ബാക്കിയുള്ള ഇൻസ്റ്റാളേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കണക്ഷൻ മാത്രം കൊടുക്കാനുള്ളതേ ഉള്ളൂ. 2 വയറ് ക്രിമ്പ് ചെയ്യണം, 2 അറ്റം ക്രിമ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. വയറ് വലിക്കുക, ക്രിമ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വയറ് വലിക്കണേക്ക് മുന്നേ എക്സിസ്റ്റിംഗ് വയറ് നമ്മൾ കുത്തിക്കളയാന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ MC-യിലും അതേമാതിരി നേരത്തെ അടച്ചു വെച്ചിരുന്ന സിലിക്കൺ സീലിൻ്റും എല്ലാം നമ്മൾ നൈസായിട്ട് കുത്തിക്കളയാണ്. അപ്പോൾ അതിനൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ബ്ലേഡോ എടുത്ത് അപ്പോൾ അതൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി അത് മാത്രമല്ല, നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ കോസ് വലിച്ചിട്ടാണ് പിന്നെ അതിൽ കൂടെ വയറ് വലിക്കുന്നത്. ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം എക്സിസ്റ്റിംഗ് ഹോള്, അതായത് ആ ഹോളൊന്ന് മര്യാദയ്ക്ക് തുറന്നെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെയ്യാൻ പോകുന്ന ദൗത്യം. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വയറ് വലിക്കലെന്ന് പറഞ്ഞ ദൗത്യം അത്ര നിസ്സാരപ്പെട്ട പരിപാടിയല്ല. ഞാൻ പലതരത്തിൽ വലിച്ചു നോക്കി, 4-5 തവണ വലിച്ചിട്ടും നമുക്ക് വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫെയിൽഡ് അറ്റംപ്റ്റാണ് ഈ കാണിക്കുന്നത്. ഒരു വയറാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ തള്ളാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ വയറ് തള്ളുന്നത് അങ്ങോട്ടേക്ക് എത്തുന്നില്ല അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നിങ്ങൾ ഇതേമാതിരത്തെ മോഡിഫിക്കേഷൻ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ട്യൂബ് അവോയ്ഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വയറ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ട്യൂബ് പിന്നെ ഹോളിൽ കൂടെ വലിച്ചാൽ മതി. അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. ഫസ്റ്റ് വയറുകൾ ട്യൂബിൻ്റെ അകത്തേക്ക് ആക്കുക, അതിന് ശേഷം
ട്യൂബ് നൈസായിട്ട് ഏതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് കയറ്റാണെന്ന് വെച്ചാൽ അതിൽ കൂടെ കയറ്റുന്നതായിരിക്കും നല്ലത്. നമ്മൾ വയറെടുത്തതേ ഇത് കണ്ട എ സിയുടെ ഒരു വെൻ്റ് ഉണ്ട്. ഈ വെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൈയിടാം. കൈയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും, വയർ വന്നേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ സൈഡിൽ കുത്തി കയറ്റിയിട്ട് സ്ക്രൂ ഡ്രൈവറിലേക്ക് ഹോസ് ഇട്ടിട്ടാണ് വയർ ഹോസ് ചെയ്യാൻ വലിച്ചതേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതിൽ കൂടെ നമ്മുടെ ഹോസ് വന്നിട്ടുണ്ട്. ആ ഹോസ് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. വേണ്ട, നമ്മുടെ വലിച്ച വയർ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതേപോലത്തെ മെയിൽ ക്ലിപ്പുകൾ നമ്മൾ ഈ വയറുകളിലേക്ക് പിടിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ലൈറ്റിൻ്റെ പുറകിൽ ഫീമെയിൽ ക്ലിപ്പുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ക്രിമ്പിംഗ് ആണ്. നമ്മൾ ഓൾറെഡി വയറ് ചെത്തി വെച്ചിട്ടുണ്ട്. ഇത്ര നീളം ആവശ്യമില്ല. നമ്മളൊരു ഇത്രയും വെച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ലൈറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഏതാണെന്ന് നോക്കണം. കാരണം ഞാനിപ്പോൾ ചെയ്തതിലൊരു ചെറിയ മണ്ടത്തരമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേമാതിരത്തെ വയറാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റർ ഐ സി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കളർ കോഡിങ് ചെയ്ത് വെക്കണം. സാറിന് ടേപ്പ് ചുറ്റി വെച്ചാൽ മതി. റെഡും അതേമാതിരി ബ്ലാക്കും വെച്ച് ടേപ്പ് ചുറ്റിയാൽ മതി, കുഴപ്പമില്ല. ഇത് കണ്ടോ, ഞാൻ ബ്രേക്ക് ലൈറ്റ് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ഇടയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റി നിർത്തിയേക്കുന്നതാണ് ജാം ചെയ്തിട്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. ഇനി വേണ്ടത് ഓറഞ്ച് എന്ത് കളറാണ്. ഞാൻ ബാക്കിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് എന്താണ്, പോസിറ്റീവ് ആണോ, അത് കണക്ഷൻ ഏതാ കൊടുക്കേണ്ടതെന്ന് അറിയണം. അതൊന്ന് ടെസ്റ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഇപ്പോൾ 9.879 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഇച്ചിരി ഡൗൺ ആണ്, ചാർജ് ചെയ്യണം. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്. സംഭവം പൊളാരിറ്റി നമ്മുടെ കറക്റ്റാണ്. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും പിങ്ക് അല്ലെങ്കിൽ ബീച്ച് കളർ വരുന്നത് നെഗറ്റീവാണ്. പിന്നെ ഇപ്പോൾ പൊക്കത്തുള്ള കണക്ഷനോട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് തീർന്നു. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏത് വോൾട്ടേജിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഓൾറെഡി ഞെക്കി വെച്ചേക്കാണ്. ബ്രേക്ക് ലൈറ്റ് അവിടെ ഓൾറെഡി കത്തിച്ച് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ വോൾട്ടേജ് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, 11.73 വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ റെഗുലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പുതിയ കണക്ഷനിൽ വന്നിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം കേട്ടോ. ഉണ്ടോ, ഇവിടെയും 11.87 ഉള്ളൂ. കണ്ട, നമ്മുടെ ലൈറ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കത്തുന്നുണ്ട്. രാത്രി ഉള്ള വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ LED ലൈറ്റുകൾ യാതൊരു പ്രൊട്ടക്ഷനോ അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലേറ്ററോ ഒന്നും വെക്കാണ്ട് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട മാതിരി 11.87 വോൾട്ട് എങ്ങാണ്ടേ വരുന്നുള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത്. 12 വോൾട്ട് പോലും എത്തുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിന് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള റെഗുലേറ്റർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പലതരം റെഗുലേറ്റർ വരുന്നത്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, ഇതിൻ്റെ കംപ്ലീറ്റ് വയറിങ്ങിൻ്റെ, വണ്ടിയുടെ കംപ്ലീറ്റ് വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളടക്കം നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.